ഹായ് എവരി വൺ, വെൽക്കം ടു ആർത്തീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വാഴയ്ക്ക ബജ്ജിയാണ്, കായ ബജ്ജിയാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് വീഡിയോയിലോട്ടൊന്ന് പോയി നോക്കാം. കായ ബജ്ജിക്ക് ആവശ്യമായിട്ട് 3 കായ എടുത്തിട്ടുണ്ട്. ബജ്ജിക്കുള്ള മാവ് തയ്യാറാക്കാം. ഇതിലേക്ക് 2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് സാധാരണ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയല്ല. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടേബിൾ സ്പൂണ് അപ്പത്തിൻ്റെ സോഡ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പിൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഉപ്പിൻ്റെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബാറ്ററൊക്കെ നന്നായിട്ട് റെഡിയായിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കേണ്ടതാണ്. സ്പൂണിൽ ഇങ്ങനെ മാവ് ഒട്ടുന്ന വിധം മാവ് റെഡിയാക്കേണ്ടതാണ്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. നമ്മുടെ ബാറ്റർ നന്നായിട്ട് റെഡിയായിട്ടുണ്ട്. ഇതിനെ മാറ്റി വയ്ക്കാം. ഈ കായ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇങ്ങനെ എല്ലാ കായയും സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാം. ഇനി കായ ഇങ്ങനെ ഒന്ന് ചീവിയെടുക്കാം. നല്ല തിന്നായിട്ട് വേണം ചീവി എടുക്കേണ്ടത്.
മുഴുവൻ കായയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ബജ്ജിയെ ഒന്ന് ചുട്ടെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കായ ഒന്ന് മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. കായയെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് കായ ബജി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഹോട്ട് പോട്ടിലോട്ട് മാറ്റാം. ബാലൻസ് മാവും ഇതുപോലെ കായയിൽ പുരട്ടി കൊടുത്ത് ഇട്ട് കൊടുക്കാം. നല്ല പെർഫെക്റ്റായിട്ട് കായ ബജി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. പിന്നെ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.